ഹലോ കൂട്ടുകാരെ, ഞാനിത് ഓസ്ട്രേലിയയിൽ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് കണ്ടതാണ്. കണ്ടോ, നിറയെ പൂക്കൾ. ഈ റോസയിലെ പൂക്കൾ ഇതാണ്. ആ റോസ് ഞാൻ കാണിക്കാവേ, പൂക്കളുമായിട്ട് ഉള്ളത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇങ്ങനെ നടന്നപ്പോൾ അവരത് വെട്ടിക്കളഞ്ഞ് വേസ്റ്റ് ബിന്നിൻ്റെ അകത്തിട്ട് കളയാൻ തുടങ്ങിയ. അപ്പോൾ ഞാൻ ഓടിപ്പോയി ചോദിച്ചാണ്. എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, ഇവിടെയെല്ലാം ഇംഗ്ലീഷല്ലേ, അറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷൊക്കെ ചോദിച്ചേ. അപ്പോൾ അവർക്ക് മനസ്സിലായി. അവരപ്പോൾ തലപ്പെല്ലാം വെട്ടി തന്നു. കണ്ടോ, നല്ല റോസ്, നല്ല മുഴുത്ത റോസപ്പൂ ഉണ്ടാകുന്ന റോസ്. അവർ കണ്ടോ, മണ്ടിലാണ് നട്ടേക്കുന്നത്, ചെടിച്ചട്ടിയിലൊന്നുമല്ല നട്ടേക്കുന്നത്. മഞ്ഞ റോസൊക്കെ കണ്ടോ, വെള്ള റോസ്, റെഡ് കളറ് കണ്ടോ. അവരെല്ലാം വെട്ടിത്തന്നേ. ഒരു കമ്പ് ചോദിച്ചോ, അപ്പോൾ ഒത്തിരി കമ്പ് തന്നു. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെന്ന് കേട്ടിട്ടില്ല. അതുപോലെ എനിക്ക് വളരെ സന്തോഷമായി. കണ്ടോ എത്രയാണെന്ന് നോക്കി. ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ എല്ലാവരും ഇല്ലേ, ഇങ്ങനെ പൂവ് കട്ട് ചെയ്ത് ഇച്ചിരി മുകളിലത്തെ ഏരവും പൂടെ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കും കുറേ ദിവസമായി, അവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ അവർ തലപ്പെല്ലാം കട്ട് ചെയ്ത് തന്നു. ഞാൻ നടാനാണ് ചോദിച്ചത്. ഇനി തലപ്പ് നട്ടാലും പിടിക്കുവയ്ക്കല്ലേ കൂട്ടുകാരെ. തലപ്പ് നട്ട് നോക്കാൻ പോവാൻ ഞാൻ. നല്ല മണമാണ് ഈ പൂക്കൊക്കെ, നല്ല എല്ലാ പൂക്കൾക്കും നല്ല മണമാണ്. കണ്ടോ, നിലത്ത് നട്ടേക്ക് വേണം. ഒരു ചുവപ്പ് കളർ റോസപ്പൂ വേണോ എനിക്ക്, എന്നാ കളറാണെന്ന് എനിക്ക്. നല്ല മുഴുപ്പ്. എല്ലാം അവർ വെട്ടിത്തന്നു. വലിയ സന്തോഷമായത് കൊണ്ട് എനിക്ക്. ഞാനും കൊച്ചുകൂടെ നടക്കാൻ ഇറങ്ങിയ മോൻ്റെ കൊച്ചുകൂടെ. അപ്പോൾ കണ്ടോ കമ്പ് സഹിതം തന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ പൂവൊക്കെ വെട്ടാനേ തോന്നിയില്ല, മുട്ടും പൂവൊക്കെ അവർ വെട്ടിത്തന്നു. അവർക്ക് ഞാൻ താങ്ക്യൊക്കെ തന്നിട്ട് തിരിച്ചു പോന്നു. അറിയാവുന്ന രീതിയിലൊക്കെ ഇംഗ്ലീഷ് ചോദിച്ചു. നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ. വെള്ള കണ്ടോ, നല്ല ഭംഗി. അവിടെ എത്രയും കമ്പിന് നീളമുണ്ട്. ഞാനത് നട്ടു നോക്കുകയാണ്. തലപ്പലിഞ്ഞി വെട്ടിക്കളഞ്ഞിട്ട് നട്ടാൽ മതി. എനിക്ക് ഒരു പൂവും കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം റബ്ബറിട്ട് കെട്ടിയിട്ട് ഒരു കുപ്പിയിൽ വെള്ളമെടുത്ത് നട്ടു വെക്കുകയാണ്. വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് നട്ടു വെച്ചു. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. കണ്ടോ, ഒന്നും വിരിഞ്ഞ് തീർന്നിട്ടില്ല. ധാരാളം ഇതളുകളുണ്ട്. കണ്ടോ, അല്ലികൾ കണ്ടോ, ഇഷ്ടം പോലെയുണ്ട്, ഇനിയും വിരിയാനുണ്ട്. ഞാനതുകൊണ്ട് വെള്ളത്തിൽ ഇട്ടു, എനിക്ക് കളയാൻ തോന്നിയില്ല. നല്ല മണമുണ്ട്. ഇതുകൊണ്ട് വെള്ളപ്പൂക്കൾക്ക് കൊണ്ട് എത്ര നല്ല രസമാണ് കാണാൻ. എതിളുകളുണ്ട്, എത്ര എതിളുകളാണ്. നല്ല രസമല്ലേ കൂട്ടുകാരെ. റോസപ്രേമിയായി ഞാൻ എങ്ങനെയൊക്കെയാണ് റോസ കട്ടിങ് മേടിക്കുന്നത്. കണ്ടോ, ഈ മഞ്ഞപ്പൂക്കൾ കണ്ടോ, നല്ല രസം. നല്ലൊരു കളറല്ല, തീ കളർ. ഓസ്ട്രേലിയ മക്കൈ എന്ന സ്ഥലമാണ്. എന്നും നടക്കാൻ ഇറങ്ങുക, നല്ല രസമാണ് ഇങ്ങനെ പൂക്കളൊക്കെ കണ്ട് നടക്കാൻ. ഇവിടെ എല്ലാവരും നടക്കും, രാവിലെയും വൈകിട്ടും. എല്ലാവരും ജോലി കഴിഞ്ഞ് വരും കുട്ടികളെയും കൊണ്ട് നടക്കാനും
എല്ലാവർക്കും തന്നെ പട്ടിക്കുട്ടികൾ നായ്ക്കുട്ടികളൊക്കെ കാണും. എല്ലാവരും ഡോഗ് കൊണ്ട് നടക്കും. 1-2 ഡോഗൊക്കെ ആയി. റോസ് കളറ് പൂക്കളുണ്ട്, ചുവപ്പ് കളറ്, മഞ്ഞ, വെള്ള, ഇങ്ങനെ 3-4 കളറുണ്ട്. കണ്ട വെള്ള തന്നെ കണ്ട. നല്ല മുഴുപ്പുണ്ട്, ഇതളുകളും ധാരാളം ഉണ്ട്. നല്ല മണം ഇതിന്. ഈ മഞ്ഞപ്പൂക്കൾ കണ്ട നല്ല രസമല്ല കാണാൻ.
ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്താണ് ഇത്. ഞാൻ ഇതിൽ നടന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാനും കൊച്ചുകൂടി, അപ്പോൾ മോൻ്റെ കൊച്ചുകൂടി, അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ തന്നതാണ്. അവരെല്ലാം വെട്ടി വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് കൊണ്ട് കളയാൻ പോവുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അതല്ല തന്നെ, വേറെ വെട്ടി തന്നു. കണ്ടോ എത്ര നല്ല പൂക്കളാണ്. ഞാനത് വെള്ളത്തിലിട്ട് ഒരു കുപ്പിയിലിട്ടാക്കി മേശപ്പുറത്ത് വെച്ചു. കണ്ടോ നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ? സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. നല്ലപോലെ ചായപ്പൊടിയും മുട്ടത്തോടും സവോളത്തോലും എല്ലാം ഇട്ടാൽ മതിയേ. അപ്പോൾ നല്ലപോലെ ഉണ്ടാകും. കണ്ടോ, കേരളത്തിൽ ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ ഉണ്ടായി. പുഴുക്കടിന് മഞ്ഞപ്പൊടി വിതറിയാൽ മതി. കണ്ടോ വെള്ളപ്പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ? താങ്ക് യു കൂട്ടുകാർ, താങ്ക് യു സോ മച്ച്.